ഒരു സംഭവം അങ്ങനെ എലിവേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അങ്ങ് പെട്ടെന്നൊരു സൈലൻസ് വരും. ആ സൈലൻസിലൊരു ട്രാൻസിഷനും കാണും. ഒരു പഴയ വീടിൻ്റെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു വൈഡ് ആംഗിൾ വ്യൂ ആയിരിക്കും വരുന്നത്. ഈ സംഭവം ഇതിനകത്ത് ഒരുപാട് സീനുകളിലുണ്ട്. ഈ സംഭവം എന്നല്ല, സിനിമയുടെ ഇൻട്രോ ആയിരുന്നാലും സിനിമയിൽ മമ്മൂട്ടിയുടെ ഇൻട്രോ കൊടുക്കുന്ന ആ ഒരു പാർട്ടായിരുന്നാലും അവിടെയൊക്കെ കൊടുക്കുന്ന ഒരു സബ്റ്റിലായിട്ട് അങ്ങനെ വന്നങ്ങനെ എലിവേറ്റ് ആവുന്ന ഒരു സൗണ്ടുണ്ട്. അത് ഡിസൈൻ ചെയ്തെടുക്കുന്ന ഈ ഒരു മനുഷ്യനെ ശരിക്കും ഹാറ്റ്സ് ഓഫ്, ഒന്നും പറയാനില്ല. സോ അമേസിങ്, ഹാറ്റ്സ് ഓഫ് മിസ്റ്റർ M.R. രാജാകൃഷ്ണൻ. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് ആർട്ട് വർക്ക്. ഈ ആർട്ട് വർക്കിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഒരു എക്സ്ട്രീം ലെവൽ തന്നെയാണ്. പക്ഷേ എങ്കിലും ഇതൊരു മോണോക്രോമിൽ വരുമ്പോഴത്തേക്ക് നമുക്കറിയാം കളറിൽ വരുന്നതിൻ്റേതായിട്ടുള്ള അറ്റൻഷൻ ടു ഡീറ്റെയിൽ അത് മോണോക്രോമിൽ വരാനുള്ള സാധ്യതകൾ കുറവാണ്. പ്രത്യേകിച്ചൊരു വൈഡ് ആംഗിൾ വ്യൂ ഒക്കെ കാണിക്കുന്ന സമയത്ത് നമ്മൾ കളറിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തുള്ള പല പല കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാവും, ഇത് ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നതാണ് എന്നുള്ളത്. പക്ഷേ ഇതിൽ മോണോക്രോം ആയപ്പോഴത്തേക്ക് നമുക്ക് അതങ്ങനെ ഡീറ്റെയിൽ ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്ഷൻ അറ്റ് ഇറ്റ്സ്